കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായി റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അബ്രഹാമി വിശ്വാസത്തെക്കുറിച്ച് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന ദൈവപൈതൽ, അഥവാ ഇനിയും യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഇടത്ത് ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വിശ്വാസത്താൽ ഉറച്ചു നിന്ന് ദൈവപ്രവൃത്തി കാണുന്ന ഒരു ഭക്തന്റെ ചരിത്രം. പ്രിയമുള്ളവരെ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ഇടത്ത് ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രതീക്ഷകൾ നൽകുകയാണ്. ആശകൾ നഷ്ടപ്പെട്ട ഇടത്ത്, മാനുഷികമായി ആശിപ്പാൻ കഴിയാത്ത ഇടത്ത് വീണ്ടും നാം വലിയവയും വിലപ്പെട്ടതും ശുഭതയേറിയതും ആശിപ്പാൻ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിലൂടെ, വചനങ്ങളിലൂടെ വീണ്ടും നമ്മോട് ഇടപെടുകയാണ്. ആകയാൽ ദൈവിക വാഗ്ദത്തങ്ങളെ നാം തിരുവചനത്തിലൂടെയും പ്രവചന ശബ്ദങ്ങളിലൂടെയും മറ്റു ദൈവിക ഇടപെടലുകളിൽ കൂടെയും പ്രാപിച്ചവരെങ്കിൽ യാതൊരു സാഹചര്യങ്ങളെയും കണക്കിലെടുക്കാതെ ദൈവം എന്നോട് അരുളി ചെയ്തത് അവൻ പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ച് പൂർണ്ണമായി ഉറച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എങ്കിൽ നാമും അബ്രഹാമിനെ പോലെ നിർജീവത്വങ്ങൾക്ക് നടുവിൽ സകല പ്രതീക്ഷകളും കഴിഞ്ഞുപോയി എന്ന് സകലരും പറഞ്ഞയിടത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ട് പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ അനേകരോട് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം തികഞ്ഞതും ശ്രേഷ്ഠവുമായ ചില വാഗ്ദത്ത നിവൃത്തികളെ കാണേണ്ടതിന് ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നു. വലിയൊരു തിരിച്ചറിവോടെ നമുക്ക് ദൈവകരങ്ങളായിരിക്കാം. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, ദൈവം അരുളി ചെയ്തതിനെ മാത്രം വിശ്വസിച്ച് ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് നാം നിർജീവത്വമുള്ളവനെങ്കിലും നമ്മുടെ അരുളി ചെയ്തവൻ പ്രവർത്തിപ്പാൻ വിശ്വസ്തനെന്ന് പൂർണ്ണമായി ഉറച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.
ഈ പ്രഭാതത്തിൽ നിരാശകളെ എറിഞ്ഞു കളഞ്ഞ് സാഹചര്യങ്ങളിൽ നിന്ന് കണ്ണുകളെ പറിച്ച് വാഗ്ദത്തങ്ങളെ മാത്രം വിശ്വസിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.